കുറച്ച് റൊട്ടിയും സസ്യങ്ങളും തരൂ. ഇന്ന് ഭക്ഷണത്തിന് അവൾക്കൊന്നും ഇല്ലായിരുന്നു. ഈ വെള്ളപ്പൊക്കത്തിൽ ആര് പുറത്തേക്കിറങ്ങും? നല്ലവനായ പത്രോസ് സാധനങ്ങളുമായി പോകുന്നു. കൊള്ളാം, ഇനി എല്ലാവരും പാലിക്കേണ്ട ഒരു കൽപ്പനയുണ്ട്. യാതൊരു കാരണവശാലും ആ മുറിയിലേക്ക് പോകരുത്. നാളെ നമുക്ക് വേണ്ടതെല്ലാം ചെയ്യാം. നന്മയെ പ്രതി മാത്രം നന്മ ചെയ്തു നിങ്ങൾ തഴങ്ങണം. ജിജ്ഞാസ കൂടാതെയും ആ പ്രവൃത്തിയിലൂടെ കുറെ നേരം പോക്കുണ്ടാക്കണമെന്ന ആഗ്രഹം കൂടാതെയും മറ്റിതുപോലെ എന്തെങ്കിലും താല്പര്യത്തിന് ഇടം കൊടുക്കാതെയും നന്മ ചെയ്യണം. നോക്കൂ, ഇന്ന് ഉപകാരപ്രദമായ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ലെന്ന് നിങ്ങൾ പരാതി പറഞ്ഞല്ലോ. നമ്മുടെ അയൽക്കാരിയെ നമ്മൾ സ്നേഹിച്ചു. ഇതിനേക്കാൾ ശ്രേഷ്ഠമായി എന്തെങ്കിലും ചെയ്യാനുണ്ടോ? അവൾ ദുഃഖിതയായ ഒരു സ്ത്രീയാണെങ്കിൽ തീർച്ചയായും അവൾ അങ്ങനെയാണ്. നമ്മൾ കൊടുത്ത പാർപ്പിടം, വസ്ത്രം, ഭക്ഷണം